ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലാൻസ് ട്യൂഷൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലൂസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്. സോ ഇതിനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്, എങ്ങനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആർ യു റെഡി? ഓക്കെ. സോ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന കോൺസെപ്റ്റ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ നോർമലി ദിസ് ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഓക്കെ, നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിലാണോ പോകുന്നത് അതല്ല ഗ്രോസ് ലോസിലാണോ എന്ന് കണ്ടുപിടിക്കാൻ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ഇത് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്? ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു നോ വെദർ വി ആർ ഇൻ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഓക്കെ, ഗ്രോസ് ലോസിലാണോ ഗ്രോസ് പ്രോഫിറ്റിലാണോ എന്ന് അറിയണം. സോ എങ്ങനെയാണ് സാർ ഇത് കണ്ടുപിടിക്കുക? വളരെ സിമ്പിളാണ്. ഇത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന്, ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ഇവിടെ പരിഗണിക്കും. ദെൻ ഡയറക്റ്റ് ഇൻകം നമ്മൾ ഈ സൈഡിൽ പരിഗണിക്കും. എന്തൊക്കെ പരിഗണിക്കും പറഞ്ഞ? യെസ്, ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ് വിൽ ബി റെക്കോർഡഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ്. എവിടെ കാണിക്കൂടാ? ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ദെൻ ഓൾ ഡയറക്റ്റ് ഇൻകം വിൽ ബി പ്ലേസ്ഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവുമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ആർ യു ക്ലിയർ? ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകവും തമ്മിൽ കമ്പയർ ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കും ഏതാണ് കൂടുതലുള്ളത്. ഫോർ എക്സാമ്പിൾ, ഡയറക്റ്റ് എക്സ്പെൻസ് 100 രൂപയുണ്ട്, ഡയറക്റ്റ് ഇൻകം 150 രൂപയുണ്ട്. ഓക്കെ, ഇവിടെ 100 രൂപയുണ്ട്, ഇവിടെ 150 രൂപയുണ്ട്. വിച്ച് മീൻസ് ഇൻകം എക്സീഡ്സ് ഓവർ എക്സ്പെൻസ്. എക്സ്പെൻസ് കുറവും ഇൻകം കൂടുതലുമാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഗ്രോസ് പ്രോഫിറ്റ്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുക എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ആർ യു ക്ലിയർ? ഇനി നേരെ റിവേഴ്സ് ആയിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, നമുക്ക് ഇൻകം വന്നിരിക്കുന്നത് 100 രൂപ മാത്രമാണ്, ബട്ട് ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് 150 രൂപയുണ്ട്. വിച്ച് മീൻസ് എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവുമാണ്. ആർ യു ക്ലിയർ? സോ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് നഷ്ടമാണ്. സോ ഇവിടെ കോൺസെപ്റ്റ് എന്ത് വരും? ഗ്രോസ് ലോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരിക. സോ ഇൻ trading account we will compare direct expense and direct income, or direct expense with direct income to find out whether we are in gross profit or gross loss. നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിലാണോ അല്ലെങ്കിൽ ഗ്രോസ് ലോസിലാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. എങ്ങനെ? ബൈ കൺസിഡറിങ് ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഡയറക്റ്റ് ഇൻകം. ആർ യു ക്ലിയർ? സോ ട്രേഡിംഗ് അക്കൗണ്ട് സാധാരണ ഒരു ലെഡ്ജർ പോലെയാണ്. ഇതിന് ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ മുഴുവൻ ഡയറക്റ്റ് എക്സ്പെൻസിനെയും ലിസ്റ്റ് ചെയ്യും. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എല്ലാ ഡയറക്റ്റ് ഇൻകത്തെയും നമ്മൾ പ്ലേസ് ചെയ്യും. എന്നിട്ട് സാധാരണ ഒരു ഒരു അക്കൗണ്ട് എങ്ങനെയാണോ ബാലൻസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഇവിടെ 150 ഉണ്ട് എന്ന് കരുതുക, ഇവിടെ 250 ഉണ്ട് എന്ന് കരുതുക. സോ നമ്മളെ സംബന്ധിച്ചും ഏത് സൈഡാണ് കൂടുതൽ? ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. സോ ഇത് നമ്മൾ ടോട്ടൽ ചെയ്യും. ഓക്കെ, ഇവിടെ ടോട്ടൽ ചെയ്തു 250. ഓക്കെ, ടേക്ക് ദി സെയിം ടോട്ടൽ ഓൺ ദി ഡെബിറ്റ് സൈഡ്. 250 നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഡിഫറൻസ് എടുക്കും. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 100 രൂപ എന്ന് കിട്ടും. ഈ 100 രൂപയാണ് എന്ത്? ഈ 100 റുപ്പീസാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആർ യു ക്ലിയർ? സാധാരണ ഒരു ലെഡ്ജർ ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിനെയും നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. സോ ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ഐറ്റം, സാർ ഈ ഡയറക്റ്റ് എക്സ്പെൻസിൽ എന്തൊക്കെ വരും, ഡയറക്റ്റ് ഇൻകം എന്തൊക്കെ വരും, അതറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടും ഇവിടെ അത് അറിഞ്ഞാൽ മാത്രമാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഐറ്റങ്ങൾ വരും? ഇത് മക്കളെ നമ്മളെ മുന്നിലേക്ക് അടിപൊളി ട്രേഡിംഗ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. സോ ഇതിന് ഞാൻ പറഞ്ഞത് കണക്കെ എന്തുണ്ടടാ? ഇതിന് ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരും? ഒന്നാമത്തെ ഐറ്റം ആയിട്ട്, ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് ഐറ്റം ആയിട്ട് വന്നിരിക്കുന്നത് നോക്കി കണ്ടാ, ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്, അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. സോ ദാറ്റ് വിൽ ബി പ്ലേസ്ഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദിസ് പെർട്ടിക്കുലർ അക്കൗണ്ട് അല്ലേ? ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഓപ്പണിംഗ് സ്റ്റോക്കിനെ ഇവിടെ പ്ലേസ് ചെയ്യും. ഓപ്പണിംഗ് സ്റ്റോക്കിനെ പ്ലേസ് ചെയ്തു. ആർ യു ഓക്കെ? ഓപ്പണിംഗ് സ്റ്റോക്കിന് പ്ലേസ്.
ദെൻ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസിലേക്ക് കടക്കുകയാണ്. സോ ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ് സർ? സോ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ദാറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള എക്സ്പെൻസിനെയാണ് എന്ന് പറയാം ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദോസ് എക്സ്പെൻസ് വിച്ച് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ. ചില എക്സ്പെൻസ് പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് ആയിരിക്കും, ചിലത് അത്ര ഡയറക്റ്റ് റിലേറ്റഡ് ആയിരിക്കില്ല. ആർ യു ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ പർച്ചേസ് എന്ന് പറയുന്ന ഒരു ഐറ്റം കാണുന്നുണ്ട് അല്ലേ? പർച്ചേസ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കാണുന്നുണ്ട്. പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, തർക്കമില്ല. അതുകൊണ്ടാണ് ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് എന്തുകൊണ്ടാണ് സർ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. ബിക്കോസ് നമുക്ക് വീട്ടിലെത്തിയ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ന്യൂഡിൽസ് കഴിക്കണം. ഓക്കെ, നൈറ്റിൽ ന്യൂഡിൽസ് കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. ഓക്കെ, ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ? അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. വീട്ടിൽ ന്യൂഡിൽസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ന്യൂഡിൽസ് പാക്കറ്റ് വാങ്ങിയിരിക്കണം, പർച്ചേസ് ചെയ്തിരിക്കണം. പർച്ചേസ് ചെയ്താൽ മാത്രമാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് പർച്ചേസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ആർ യു ക്ലിയർ? ഓക്കെ ആണോടാ? ക്ലിയർ ആണല്ലേടാ? സോ പർച്ചേസ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്ഥാപനത്തിൽ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. സോ പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ദാറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ. ദാറ്റ്സ് വൈ പർച്ചേസ് ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ. ദെൻ ഇവിടെ പർച്ചേസിന്റെ തൊട്ട് താഴെ ഒരു പർച്ചേസ് റിട്ടേൺ കാണുന്നുണ്ടല്ലോ സർ, അതെന്താണെന്ന് പറഞ്ഞുതരുമോ? വളരെ സിമ്പിൾ ആടാ. ഞാൻ ഇവിടേക്ക് 100 രൂപയുടെ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട്. ഇതെന്റെ പർച്ചേസ് ആണ് എടാ, ഇതെന്റെ പർച്ചേസ് ആണ്. സോ 100 രൂപയുടെ ഗുഡ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൽ 20 രൂപയുടെ ഗുഡ്സ് ഡാമേജ് ആണ്, ഞാൻ തിരിച്ചയച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പർച്ചേസ് റിട്ടേൺ. നമുക്ക് അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ഗുഡ്സ് നമ്മൾ തിരിച്ചയക്കാറുണ്ട്. ഡാമേജ് ആയിരിക്കാം, ഓക്കെ, കംപ്ലൈൻറ്റ്സ് ആയിരിക്കാം, നമ്മളത് തിരിച്ചയക്കാറുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ പർച്ചേസ് എന്ന് പറയുന്ന ചിലവ് 80 രൂപയായിട്ട് കുറയില്ലടാ. 100 രൂപയ്ക്ക് വാങ്ങിയതിൽ 20 രൂപയുടെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ടോ? റിയൽ പർച്ചേസ് എന്ന് പറയുന്നത് 80 റുപ്പീസാണ്. സോ ആ റിയൽ പർച്ചേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചത്. പർച്ചേസ് ലെസ് റിട്ടേൺ കണ്ടാൽ ദാറ്റ് ഈസ് പർച്ചേസ് റിട്ടേൺ. ഓക്കെ, സോ പർച്ചേസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ ഡെബിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്തു. ഓക്കെ, മറ്റൊന്ന് കാരേജ് ഇൻവാർഡ്. അടുത്ത ഐറ്റമാണ് കാരേജ് ഇൻവാർഡ് എന്ന് പറയുന്ന ഐറ്റം. കാരേജ് ഇൻവാർഡ് എന്താണ്? കാരേജ് ഇൻവാർഡ് വളരെ സിമ്പിളാണ്. കാരേജ് ഇൻവാർഡ് എന്നുള്ള കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, നമുക്ക് നമ്മളെ വീട്ടിൽ നമുക്കൊരു പ്രൊഡക്ഷൻ നടത്തേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ബിരിയാണി 100 പേർക്കുള്ള ബിരിയാണി വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, നമ്മളെ വീട്ടിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിന് വേണ്ട റോ മെറ്റീരിയൽ മുഴുവൻ ഞാൻ എന്ത് ചെയ്തു? മാർക്കറ്റിൽ പോയിട്ട് അതിന് വേണ്ട റൈസ് വാങ്ങിയിട്ടുണ്ട്, അതിന് വേണ്ട ചിക്കൻ ആണെങ്കിൽ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, മറ്റു മസാലകളൊക്കെ വാങ്ങിയിട്ട് ഞാൻ എവിടെ വെച്ചിട്ടുണ്ട്? മാർക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ബിരിയാണി സെറ്റാ? ഇവിടെ നമ്മളിങ്ങനെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി സെറ്റാകുമോ? ഇല്ലടാ. ഈ റോ മെറ്റീരിയലും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? നമ്മളെ വീട്ടിലേക്ക് എത്തണം, എന്നാൽ മാത്രമേ പ്രൊഡക്ഷൻ നടക്കുള്ളൂ. സോ ഇത് പർച്ചേസ് ചെയ്ത പൈസയല്ലടാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പർച്ചേസ് ചെയ്ത് വെച്ചത് മുഴുവനും നമ്മളെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി വരുന്ന ചെലവ്. ഫ്രം ദി പ്ലേസ് ഓഫ് പർച്ചേസ് from the place of purchase to the place of പ്രൊഡക്ഷൻ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അത് കൊണ്ടുവരാനുള്ള ചെലവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കാരേജ് ഇൻവാർഡ് അല്ലെ? മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ചെലവ്, ദാറ്റ് ഈസ് കോൾഡ് കാരേജ് ഇൻവാർഡ്. അതിനെ നമ്മൾ കാരേജ് ഇൻവാർഡ് എന്ന് പറയുന്നത്. ആർ യു ക്ലിയർ? സോ ഈ കാരേജ് ഇൻവാർഡ് കൊടുത്താൽ മാത്രമേ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ ഇവിടെ എത്തുകയുള്ളൂ. സോ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ പ്രൊഡക്ഷൻ നടക്കില്ല. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ. സോ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണുന്ന ഓരോ ഐറ്റങ്ങളും പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ് റിലേറ്റഡ്. ചിലതൊക്കെ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടും ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ അസ്യൂം ചെയ്ത് മുന്നോട്ട് പോവുക. ആർ യു ക്ലിയർ? ഓക്കെ അല്ലടാ? ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ എക്സാമിൽ 8 മാർക്ക് ക്വസ്റ്റ്യൻ ആടാ. 8 മാർക്ക് ക്വസ്റ്റ്യനിൽ ഒന്ന് നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാനാണ് ഉണ്ടാവുക. ആർ യു ക്ലിയർ? ഓക്കെ. സോ നെക്സ്റ്റ് മൂവ് ടു നെക്സ്റ്റ് ഐറ്റം, ദാറ്റ് ഈസ്
ഫ്രൈറ്റ് FREIGHT. ഓക്കെ, ഫ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചരക്ക് കൂലി എന്നൊക്കെ പറയില്ലേ. നമ്മളിപ്പം ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് റോ മെറ്റീരിയൽ എത്തിക്കണമെങ്കിൽ നമ്മൾ അതിന് എന്ത് കൊടുക്കണം? അതിന് നമ്മൾ പർട്ടിക്കുലർ കടത്ത് കൂലി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ചരക്ക് കൂലി എന്ന് പറയും. ഓക്കെ, ചരക്ക് കൂലി നമുക്ക് ആ കപ്പലിന് കൊടുക്കുന്ന ഫെയർ ആണ് നമ്മൾ എന്ന് പറയുന്നത് ഫ്രൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പോർട്ടിൽ എത്തുകയുള്ളൂ, എന്നാൽ മാത്രമേ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. സോ ഫ്രൈറ്റ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഏതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസ്? പർച്ചേസ് പറഞ്ഞിട്ടുണ്ട്, കാരേജ് ഇൻവാർഡ് പറഞ്ഞിട്ടുണ്ട്, ദെൻ ഫ്രൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ വിട്ടുപോയ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് മക്കളെ എന്ത്? വേജസ്. മറന്നു പോകരുതേടാ, വേജ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സാലറി ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്തേക്കണം. വേജ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, വേജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, സാലറി ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല കേട്ടോ. ഓക്കെ, വേജ് നോർമലി ഗിവൺ ടു ലോവർ ലെവൽ എംപ്ലോയീസിനാണ് നമ്മൾ വേജസ് കൊടുക്കുന്നത്. സോ അവർക്ക് വേജസ് കൊടുത്തിട്ടില്ല എങ്കിൽ പ്രൊഡക്ഷൻ നടക്കില്ല. സോ വേജ് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്. സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ് അല്ല. ബിക്കോസ് മാനേജേഴ്സ് അല്ലെങ്കിൽ ഒരു ടോപ്പ് ലെവലുള്ള ആളുകൾക്കൊക്കെയാണ് നമ്മൾ സാലറി ആയിട്ട് കൊടുക്കുന്നത്. സോ 1 month സാലറി പോയിട്ടില്ലെങ്കിലും അവിടെ പ്രൊഡക്ഷൻ നടക്കും. ബിക്കോസ് ലോവർ ലെവൽ എംപ്ലോയീസ് വർക്ക് ചെയ്തോളൂ, അവർക്ക് വേജസ് ആണ് കിട്ടുന്നത്. ആർ യു ക്ലിയർ? സോ വേജസ് എന്ന് പറയുന്നത് ഡയറക്റ്റും സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസും ആണ്. സോ എക്സാമിൽ പലപ്പോഴും നിങ്ങളെ തെറ്റിക്കാൻ ഒരു ഐറ്റം വരാറുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോളൂ മക്കളെ, ഇത് പറഞ്ഞപ്പം കൂടെ പറയാമെന്ന് വിചാരിച്ചു. അതായത് വേജസ് ആൻഡ് സാലറി, അതുപോലെ സാലറി ആൻഡ് വേജസ്. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? വേജസ് ആൻഡ് സാലറി എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? സാലറി ആൻഡ് വേജസ് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ്? കുട്ടികളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. സോ വേജസ് ആൻഡ് സാലറി ആൻഡ് വേജസ് ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓക്കെ, സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് സച്ചിനാണ്, അല്ലെങ്കിൽ സച്ചിൻ മാത്രമാണ് നമ്മളെ മനസ്സിലേക്ക് വരുന്നത്. അല്ലാതെ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫാദർ അല്ല അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നതിന് എന്ത് ചെയ്യുക? പ്രയോറിറ്റി നൽകുക. സോ അങ്ങനെയാണെങ്കിൽ വേജസ് ആൻഡ് സാലറി എന്ന് പറഞ്ഞാൽ അത് വേജസ് ആണ്. സോ ദാറ്റ് ഈസ് ഡയറക്റ്റ് എക്സ്പെൻസ്. സാലറി ആൻഡ് വേജസ് എന്ന് പറഞ്ഞാൽ അത് സാലറിയാണ്, ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇങ്ങനെയൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം വേജസ് എന്താണ്? ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ആർ യു ക്ലിയർ? ദെൻ ഒക്ട്രോയി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയുക, ചുങ്കം അല്ലെങ്കിൽ ടോളൊക്കെ പറയും അല്ലേ? നമ്മളൊരു പാലത്തിലൂടെ കടന്നു വരുന്ന സമയത്ത് നമ്മളെ ലോറി അവർ തടഞ്ഞു നിർത്തി അവരെന്ത് ചെയ്യാറുണ്ട്? ഒരു ചെറിയ എമൗണ്ട് കളക്ട് ചെയ്യാറുണ്ട് അല്ലേ? ടോൾ പിരിവ് എന്നൊക്കെ പറയാറുണ്ട്. സോ അതെന്താടാ? അതിനെയാണ് നമ്മൾ ഒക്ട്രോയി എന്ന് പറയുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അത് ക്രോസ് ചെയ്ത് നമുക്ക് വരാൻ വേണ്ടി കഴിയുന്നത്. ആർ യു ക്ലിയർ? സോ അത് കൊടുത്താൽ മാത്രമേ ഇവിടെ എത്തുകയുള്ളൂ, ഇവിടെ എത്തിയാൽ മാത്രമേ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. സോ ദാറ്റ് ഈസ് എ ഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഫ്യൂവൽ ആണ്. ഫ്യൂവൽ നമുക്കറിയാം, ഇന്ധനം വെരി ഇമ്പോർട്ടൻറ്റ്, പ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം നമ്മളെ വീട്ടിൽ നമ്മൾ ഒരു വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ശരി, ആ ഗ്യാസിൻ്റെ കുറ്റി എടുത്ത് അകത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഹുബലി പോലെ അതെടുത്ത് കൊണ്ടുവെക്കും. അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഫുഡ് നമ്മുടെ ടേബിളിൽ എത്തില്ല എന്ന് ഓരോ വിദ്യാർത്ഥിക്കും ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. സോ അത് നമ്മൾ ചെയ്യാറുണ്ട്. ബിക്കോസ് ഗ്യാസ് അല്ലെങ്കിൽ ഫ്യൂവൽ അതെന്താണ്? പ്രൊഡക്ഷനെ ബാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, നമ്മളെ ഫേവറേറ്റ് കിട്ടില്ല, അത് കഞ്ഞിയാവാൻ സാധ്യതയുണ്ട് നമ്മളിത് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ. സോ പ്രത്യേകം ഓർത്ത് വെക്കുക, ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദെൻ വാട്ടർ ചാർജ് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ ചാർജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രൊഡക്ഷനായിട്ട് റിലേറ്റഡ് ആണ്. പ്രൈമറി പാക്കിംഗ് എക്സ്പെൻസ് നോക്കിക്കണം മക്കളെ. പ്രൈമറി പാക്കിംഗ് എക്സ്പെൻസ് പറഞ്ഞാൽ നമ്മൾ ചില പ്രോഡക്റ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഒരു പാക്ക് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ചിലപ്പോൾ പാക്ക് ചെയ്യാറുണ്ട്. ബട്ട് ആ ആദ്യം നടത്തുന്ന പാക്കിങ്ങില്ലേ, പ്രൈമറി പാക്കിംഗ്, അതിൻ്റെ ഉദ്ദേശം തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് ആണ്. സോ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസ്. റോയൽറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റിനെ നമ്മൾ റോയൽറ്റി എന്ന് പറയുന്നത്. സോ നിങ്ങളെ സ്ഥലത്തുള്ള പെട്രോളിയം ഞാൻ എന്ത് ചെയ്യണം? ഖനനം ചെയ്തെടുക്കുന്നതിന് ഓരോ ബാരൽ ഞാൻ എടുക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പേയ്മെൻറ്റ് തരണം. അതിനെ എന്താ പറയുന്നത്? റോയൽറ്റി എന്ന് പറയുന്നത്. സോ എന്നെ സംബന്ധിച്ച് ആ പേയ്മെൻറ്റ് തന്നാൽ മാത്രമേ എനിക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ
ചെയ്യാൻ പറ്റുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ. സോ ദാറ്റ് ഈസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലേ, നമ്മളൊരു പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. സോ ഇതിന് നമ്മൾ എന്താണ്? ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ്. സോ ഇത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം? ആ മെറ്റീരിയൽ ഇവിടെ എത്തുള്ളൂ, പ്രൊഡക്ഷൻ നടക്കുള്ളൂ. ആർ യു ക്ലിയർ? സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഫ്യൂ മോർ. ഓക്കെ, ഫ്യൂ മോർ കുറയുമ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കുക. മാക്സിമം ഒരു 10 12 അല്ലെങ്കിൽ ഒരു 14 ഐറ്റങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട്. സോ ഓൾ ദോസ് ഡയറക്റ്റ് എക്സ്പെൻസ് വിൽ ബി റെക്കോർഡഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദിസ് ട്രേഡിംഗ് അക്കൗണ്ട്. ദെൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ വി ഹാവ് വൺ, ഓക്കെ, ഒരേ ഒരു ഡയറക്റ്റ് ഇൻകം മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് നൺ അതർ ദാൻ സെയിൽസ്. നിങ്ങൾ എന്താണോ വിൽക്കുന്നത്, എന്താണോ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നത്, അതാണ് നിങ്ങളുടെ സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലാതെ നമുക്ക് റെന്റ് കിട്ടി, അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടി, ഡിസ്കൗണ്ട് കിട്ടി, ഇതൊക്കെ ഇൻകമാണ്. ദാറ്റ് ഈസ് നോട്ട് എ ഡയറക്റ്റ് ഇൻകം. ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യുന്നത്, അതിൽ നിന്ന് വരുന്ന ഇൻകമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സെയിൽസ്. ഓക്കെ, ഇവിടെ ഒന്നും ഉണ്ടാവാണ്ട് സാധ്യതയുണ്ട്. നമ്മൾ വിറ്റത് ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അല്ലേ? 1,00,000 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്, 10,000 രൂപയുടെ ഗുഡ്സ് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാടാ? ദാറ്റ് ഈസ് 90,000 അല്ലേ? എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട മറ്റൊരു ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർഷം തുടക്കത്തിൽ നമ്മളെ കയ്യിൽ എന്താ പറയുക? ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഒരു വർഷം ആരംഭിക്കുമ്പോൾ, ഓക്കെ, തുടക്കത്തിൽ എൻ്റെ കയ്യിൽ 10 യൂണിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ 100 യൂണിറ്റ് കൂടെ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 110 ഉണ്ട്. ഇതിൽ ഞാൻ 30 എണ്ണം വിറ്റു. 110ൽ നിന്ന് 30 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര എണ്ണം? 80 ഉണ്ടാവും അല്ലേ? ഇതാടാ ഈ ഒരു ഇയർ എൻഡിൻ്റെ സമയത്ത് നമ്മളെ കയ്യിലുള്ള സ്റ്റോക്ക് എത്രയാണോ അതാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ അത് എത്രയാണോ ക്ലോസിംഗ് സ്റ്റോക്ക്, ദാറ്റ് വിൽ ബി റെക്കോർഡഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് account. Are you clear? So let's see. Trading account disclose all direct expense on the debit side, all direct income on the credit side. On the debit side of trading account, we will disclose the items like opening stock, purchase, wages, carriage inward, freight, octroi, fuel, water charge, primary packing expense, import duty, etc. Then on the credit side of this particular account, we will disclose direct income like sales. If there is any return that will be deducted, then you can see closing stock on the credit side of this particular trading account. Are you clear? ഇത് മുഴുവനും ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യും. ഓക്കെ, ഏത് സൈഡാണ് കൂടുതൽ, ഈ സൈഡാണോ നമ്മൾ നോക്കും, എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്യും. സോ വാട്ട് എവർ മേ ബി ദ റിസൾട്ട്, ഇറ്റ് കുഡ് ബി ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ബാലൻസ് ഇവിടെ കാണിക്കും. ഗ്രോസ് ലോസ് ആണെങ്കിൽ അതിൻ്റെ ബാലൻസ് നമ്മൾ ഇവിടെ കാണിക്കും. ആർ യു ക്ലിയർ? ഈ അക്കൗണ്ട് ക്ലിയർ അല്ലേടാ? ഈ അക്കൗണ്ട് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളെ 8 മാർക്ക് ക്വസ്റ്റ്യനകത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാനുണ്ടാവും. ഓക്കെ, അത് നമ്മളിവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു, പക്കയാക്കി കഴിഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ എന്നല്ലേ നിങ്ങളിപ്പോൾ ഉദ്ദേശിച്ചത്? യെസ്, നമുക്കൊരു പ്രോബ്ലം ചെയ്തേക്കാം. ആർ യു റെഡി? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യും. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റ് ടു ബിസിനസ് ഫോർ ദി ഇയർ 2018, you are required to ascertain the gross profit. നമ്മളോട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസസ് തന്നിട്ടുണ്ട്, പർച്ചേസ് റിട്ടേൺ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. എല്ലാ ഐറ്റവും നമുക്ക് വേണ്ട എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. സോ നമുക്ക് സിമ്പിളായിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തൂടെ? ഇതാ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുകയാണ്. സോ ദിസ് എ ഫോർമാറ്റ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ഹെഡിങ് കൊടുത്തു, ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 2018 നമ്മൾ ഹെഡിങ് കൊടുക്കണം. ദെൻ ഇവിടെ ഡെബിറ്റ് സൈഡ് കൊടുത്തു, ഇവിടെ ക്രെഡിറ്റ് സൈഡ് കൊടുത്തു. ഇത് പർട്ടിക്കുലേഴ്സ് കോളമാണ്, ഇത് എമൗണ്ട് കോളമാണ്. ഓക്കെ, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ആർ യു ക്ലിയർ? സോ നമുക്ക് ഇതിലേക്ക് ഓരോന്ന് കൊണ്ടുവരാം. നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ പർട്ടിക്കുലർ ഡെബിറ്റ് സൈഡിൽ ആദ്യം പ്ലേസ് ചെയ്യാൻ പോകുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതാണ്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടോ? യെസ്, 16,000 ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് സർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതി ഓപ്പണിംഗ് സ്റ്റോക്ക് 16,000, 16,000 എടുത്തെഴുതിയ 16,000 എടുത്തെഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത നോക്കുന്ന ഏതാണ്? പർച്ചേസ് ആണ്, 40,000. പർച്ചേസ് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഓൺ ദി ഡെബിറ്റ് സൈഡ്. ഓക്കെ, ഇതിനെ നമ്മൾ എവിടെ കാണിക്കണം? ഇവിടെ കാണിക്കും പർച്ചേസ്.
ഇനി നമ്മൾ നോക്കേണ്ട പർച്ചേസ് റിട്ടേൺ ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, പർച്ചേസ് 40,000, റിട്ടേൺ ഉണ്ട് 1500. സോ പർച്ചേസ് 40,000 ലെസ് റിട്ടേൺ 1500. സോ 38,500. എൻ്റെ യഥാർത്ഥത്തിലുള്ള പർച്ചേസ് എത്രയാടാ? അത് കുറച്ച ശേഷമുള്ളല്ലേ? യെസ്, ദാറ്റ് ഈസ് 38,500. ആർ യു ക്ലിയർ? ഓക്കെ, പർച്ചേസ് കഴിഞ്ഞു. ഇനി ഏതാ ഉള്ളത്? ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. സോ ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ് വിൽ ബി റെക്കോർഡഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് പർട്ടിക്കുലർ ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെബിറ്റ് സൈഡിലാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ? ഓരോന്നായിട്ടല്ല തന്നത്, നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. സോ എത്രയാണ് വന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് 3,000. ഓക്കെ, 3,000 ഞാനിവിടെ പ്ലേസ് ചെയ്തു. 3,000 പ്ലേസ്. ഓക്കെ, ഇനി എന്താ ഉള്ളത്? സെയിൽസ് 78,000 ഉണ്ട്, ഡയറക്റ്റ് ഇൻകം ആണ്. സോ സെയിൽസ് 78,000 ഇന്നർ കോളത്തിൽ എഴുതി, ബിക്കോസ് സെയിൽസ് റിട്ടേൺ ഉണ്ട് എന്ന് എനിക്കറിയാം. എത്ര? 2,400 ആണ്. ഓക്കെ, മൈനസ് റിട്ടേൺ. എന്ത് റിട്ടേൺ ആ? സെയിൽസ് റിട്ടേൺ 2,400. അപ്പോൾ 76, 75, 600. ഓക്കെ അല്ലേ? യെസ്. ഇനി എന്താ നമുക്ക് എടുക്കാനുള്ളത്? ഓപ്പണിംഗ് എടുത്തു, പർച്ചേസ് റിട്ടേൺ, ഡയറക്റ്റ് എക്സ്പെൻസ്, സെയിൽസ് റിട്ടേൺ, ക്ലോസിംഗ് സ്റ്റോക്ക് 13,000. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് 13,000, 13,000. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? സോ ഇനി നമുക്കിത് ബാലൻസ് ചെയ്യാൻ തോന്നുന്നു. നിങ്ങൾ പറയടാ, ഏത് സൈഡാണ് കൂടുതൽ? ഈ സൈഡാണോ കൂടുതൽ? ഓക്കെ, ഇവിടെ 75 ഉണ്ട് അല്ലേ? ഇവിടെ അത്ര വരുന്നില്ല. സോ ഈ സൈഡാണ് 75ഉം 10ഉം 85, 88, 600. ഓക്കെ, ടോട്ടൽ എത്ര വരുന്നത്? 88, 600. ടേക്ക് ദി സെയിം ടോട്ടൽ 88, 600. ഓക്കെ, ടേക്ക് ദി ഡിഫറൻസ്. ഓക്കെ, ഞാനൊന്ന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നു. Okay, let's see the difference. Yes, 88, 600 മൈനസ് ഇത് കുറയ്ക്കുക, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക. എത്ര? 3,000 മൈനസ് 3,000 മൈനസ് 38,500 മൈനസ് 16,000. ഓക്കെ, മൈനസ് 16,000 ഈസ് ഈക്വൽ ടു 31,100. സോ നോക്കിയേക്കണം മക്കളെ, ഇവിടെ ഡയറക്റ്റ് ഇൻകം കൂടുതലും ഡയറക്റ്റ് എക്സ്പെൻസും കുറവാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഉത്തരം എന്താടാ? ദിസ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ്. ഇതെന്താടാ? ഇത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഓൺ. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഓൺ. നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, സോ മക്കളെ, സോ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പേർഡ് ടു നോ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്നത് ടു ഫൈൻഡ് ഔട്ട് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ബൈ കമ്പയറിംഗ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ് വിത്ത് ഡയറക്റ്റ് ഇൻകം. ആർ യു ക്ലിയർ? സോ ഇതുപോലെ കോൺസെപ്റ്റ് പക്കയാക്കാൻ, പെർഫെക്റ്റ് ആക്കാൻ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ലൈവ് സെഷൻസ് ഉണ്ട്. സോ മുഴുവൻ ഫ്രണ്ട്സുമായിട്ട് ലൈവിൽ വരിക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ക്ലാസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ എനിവേ, താങ്ക് യു സോ മച്ച്.